ഹായ് എവരിവൺ, +1 സുവോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ തേർഡ് ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ടിഷ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞത്. ടിഷ്യൂസ് 4 ടൈപ്സ് ആണ്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതായിരുന്നു? എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആയിരുന്നു അല്ലെ. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ടൈപ്സ് 2 തരമാണെന്ന് നമ്മൾ പറഞ്ഞു. സിമ്പിൾ എപ്പിത്തീലിയവും കോമ്പൗണ്ട് എപ്പിത്തീലിയവും. ഇതിനകത്തിലെ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ അതിനകത്തിൽ ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണുള്ളത് അല്ലെ. അതായത് ഒരു ലെയർ സെല്ല് മാത്രമേ ഉള്ളൂ. അതിനകത്തിലെ സെൽസിന്റെ മോഡിഫിക്കേഷൻ അനുസരിച്ച് വീണ്ടും അതിനെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? സ്ക്വാമോസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളുംനാർ എപ്പിത്തീലിയം അല്ലെ. ഇതിനകത്തിലെ സ്ക്വാമോസ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ഫ്ലാറ്റൻഡ് സെൽസ് ആണ്. ക്യൂബോയിഡൽ എന്ന് പറയുമ്പോൾ ക്യൂബിലേക്ക് സെൽസ് ആണ്. കോളുംനാർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് ആണ് അല്ലെ. അപ്പൊ ഇനി ഇതിനകത്തിലെ ഈ ക്യൂബോയിഡൽ ആൻഡ് കോളുംനാർ സെൽസ് അവയ്ക്ക് വീണ്ടും മോഡിഫിക്കേഷൻ ഉണ്ടാകും. അപ്പൊ ചിലപ്പോ ഇങ്ങനെയുള്ള ക്യൂബോയിഡൽ സെൽസിലോ അല്ലെങ്കിൽ കോളുംനാർ സെൽസിലോ സീലിയൊക്കെ കാണാം. എന്താ സീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ. ഷോർട്ട് ഫിലമെന്റ്സ്, ചെറിയ ചെറിയ തന്തുക്കൾ പോലെയുള്ള പാർട്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പാരമീസിയത്തിന്റെ ഒക്കെ ലോകോമോട്ടറി ഓർഗൻ അല്ലെങ്കിൽ സഞ്ചാരത്തിന് സഹായിക്കുന്ന അവയവം എന്ന് പറയുന്നത് എന്താണ്? സീലിയയാണ് അല്ലെ. അപ്പൊ ഈ സീലിയകൾ എവിടെ കാണും? നമ്മുടെ ബോഡിക്കുള്ളിൽ കാണപ്പെടുന്ന ചില ക്യൂബോയിഡൽ സെൽസിലോ അല്ലെങ്കിൽ കോളുംനാർ സെൽസിലോ കാണപ്പെടും. ഇങ്ങനെയുള്ള എപ്പിത്തീലിയത്തെ വിളിക്കുന്ന പേരാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. അപ്പൊ ക്യൂബോയിഡൽ സെൽസിനോ കോളുംനാർ സെൽസിനോ എന്ത് വരിക? സീലിയ ഉണ്ടാവുക. അപ്പൊ ഈ സീലിയയുടെ ഫംഗ്ഷൻ എന്താണ്? ചില ഓർഗാനിസംസിനകത്തിലാണെങ്കിൽ മൂവ്മെന്റ്സിനൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഇനി ഇത് കൂടാതെ നമ്മുടെ ബോഡിക്കുള്ളിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യിക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ സീലിയ സഹായിക്കുന്നുണ്ട്. അപ്പൊ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്യൂബോയിഡൽ സെൽസിനോ അല്ലെങ്കിൽ കോളുംനാർ സെൽസിനോ എന്ത് വരിക? മോഡിഫിക്കേഷൻ ഉണ്ടാവുക. എന്താണ് അവിടെ പ്രസന്റ് ആയിട്ട് വരിക? അവിടെ സീലിയ ഉണ്ടാകും. അതായത് ട്യൂബോയിഡൽ സെല്ലിനോ കോളുംനാർ സെൽസിനോ സീലിയ ഉണ്ടാകും. അപ്പൊ ഈ സീലിയകളുടെ സഹായത്തോടുകൂടി പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഓവം ഇല്ലെ. എഗ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഓവറിയിലാണ്. സ്വന്തമായിട്ട് സഞ്ചരിക്കാനുള്ള കഴിവില്ലാത്ത ഒരു സെല്ലാണ് ഏതെന്ന് പറയുന്നത്? ഓവം അല്ലെങ്കിൽ അണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? ഫലോപ്പിയൻ ട്യൂബിലേക്ക് വിടണം അല്ലെ. അപ്പൊ അല്ലെങ്കിൽ അണ്ഡവാഹിയിലേക്ക് വിടണം. അപ്പൊ അതിന് സ്വന്തമായിട്ട് സഞ്ചരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അവിടെ എന്ത് കാണും? ഇതുപോലെയുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണും. അവിടെയുള്ള സീലിയകൾ എന്ത് ചെയ്യും? ഈ എഗ്ഗിനെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ ഇങ്ങനെ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിനൊക്കെ സഹായിക്കുന്ന എപ്പിത്തീലിയമാണ് ഏതെന്ന് പറയുന്നത്? സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഫലോപ്പിയൻ ട്യൂബ്, ബ്രോങ്ക്യൂൾസ് തുടങ്ങിയവയിലാണ്. എന്താണ് ബ്രോങ്ക്യൂൾസ് എന്ന് പറഞ്ഞാൽ? ബ്രോങ്കസ് അല്ലെങ്കിൽ ശ്വസനികൾ എവിടെയുള്ളതാണ്? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം എന്ത് ചെയ്യുന്നുണ്ട്? 2 ബ്രാഞ്ചസ് ആയിട്ട്, 2 ശാഖകളായിട്ട് പിരിഞ്ഞിട്ടാണ് ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെ. ഇവയെ വിളിക്കുന്ന പേരാണ് ബ്രോങ്കസ് അല്ലെങ്കിൽ ശ്വസനി എന്ന് വിളിക്കും. ഇത് വീണ്ടും എന്ത് ചെയ്യും? ലങ്സിനകത്ത് അല്ലെങ്കിൽ ശ്വാസകോശത്തിനകത്ത് പ്രവേശിച്ചതിന് ശേഷം ചെറു ശാഖകളായിട്ട് പിരിയാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ബ്രോങ്ക്യൂൾസ് അല്ലെങ്കിൽ ശ്വസനികകൾ എന്ന് പറയും. അപ്പൊ ഈ ബ്രോങ്ക്യൂൾസിലും എന്തുണ്ട്? സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഓവിഡക്ട് ഇല്ലേ. അതായത് അണ്ഡവാഹി, ആ എഗ്ഗ് പോകുന്ന ആ ഒരു പാർട്ട്. അപ്പൊ അതിനകത്തിലും എന്തുണ്ട്? ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? പാർട്ടിക്കിൾസിന്റെയോ മ്യൂക്കസിന്റെയോ ഒക്കെ മൂവ്മെന്റിന് സഹായിക്കുന്നു. ഇനി ഇത് കൂടാതെ ചില ക്യൂബോയിഡൽ സെൽസും കോളുംനാർ സെൽസും എന്തെങ്കിലുമൊക്കെ സെക്രീഷൻസിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസസ് സ്രവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള എപ്പിത്തീലിയത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അപ്പോ എപ്പിത്തീലിയൽ ടിഷ്യൂസിന് 2 ടൈപ്പ്, സിമ്പിൾ എപ്പിത്തീലിയവും കോമ്പൗണ്ട് എപ്പിത്തീലിയവും. ഇതിനകത്തിലെ സിമ്പിൾ എപ്പിത്തീലിയത്തിന് വീണ്ടും 3 ടൈപ്സ്: സ്ക്വാമോസ്, ക്യൂബോയിഡൽ ആൻഡ് കോളുംനാർ. ഇനി ഇതിനകത്തിലെ ക്യൂബോയിഡൽ സെൽസും കോളുംനാർ സെൽസും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്? മോഡിഫിക്കേഷൻ വിധേയമായിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു രൂപമാണ് ഏതെന്ന് പറയുന്നത്? സീലിയേറ്റഡ് എപ്പിത്തീലിയം. അവിടെ എന്ന് പറയുമ്പോൾ ക്യൂബോയിഡൽ സെൽസിനോ അല്ലെങ്കിൽ കോളുംനാർ സെൽസിനോ സീലിയകൾ ഉണ്ടാവുക അല്ലെ. ഇനി ഇത് കൂടാതെ ഈ ക്യൂബോയിഡൽ സെൽസോ അല്ലെങ്കിൽ കോളുംനാർ സെൽസോ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാം? എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസസ്, കെമിക്കൽ സബ്സ്റ്റൻസസ് സെക്രീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള എപ്പിത്തീലിയത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം നമുക്കറിയാം, ഗ്ലാൻസ്, ഗ്രന്ഥികൾ ഇല്ലേ. ഗ്ലാൻസ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ്. അപ്പൊ എന്താണ് ഗ്ലാൻസ് അല്ലെങ്കിൽ ഗ്രന്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചില കെമിക്കൽ സബ്സ്റ്റൻസസ് സെക്രീറ്റ് ചെയ്യുന്ന നമ്മുടെ ബോഡി പാർട്സ് അല്ലെങ്കിൽ ഓർഗൻസിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് അല്ലെങ്കിൽ ഗ്രന്ഥികൾ. ഗ്രന്ഥികൾ പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്: യൂണിസെല്ലാർ ഗ്ലാൻസ് ആൻഡ് മൾട്ടിസെല്ലാർ ഗ്ലാൻസ്. എന്താ യൂണിസെല്ലാർ എന്ന് പറഞ്ഞാൽ? ഒരു കോശം മാത്രമുള്ള ഗ്രന്ഥികൾ. യൂണിസെല്ലാർ ഓർഗാനിസംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ യൂണിസെല്ലാർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു കോശം മാത്രമുള്ള ഗ്രന്ഥി. അതിന് എക്സാമ്പിൾ ആണ് ഗോബ്ലെറ്റ് സെൽസ് ഇൻ ആലിമെന്ററി കനാൽ. അതായത് ആലിമെന്ററി കനാൽ അല്ലെങ്കിൽ അന്നപഥത്തിനകത്തിലുള്ള ഗോബ്ലെറ്റ് സെൽസ്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പൊ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ഗോബ്ലെറ്റ് സെൽസ് എവിടെ കാണുന്നതാണ്? ആലിമെന്ററി കനാൽ അല്ലെങ്കിൽ അന്നപഥത്തിൽ കാണപ്പെടുന്നതാണ്. അത് ഏതിന് എക്സാമ്പിൾ ആണ്? യൂണിസെല്ലാർ ഗ്ലാൻഡിന് എക്സാമ്പിൾ ആണ്. ദെൻ അതുപോലെ തന്നെ മൾട്ടിസെല്ലാർ ഗ്ലാൻഡ്സ്. മൾട്ടിസെല്ലാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? രണ്ടോ അതിലധികമോ എന്ത് ചെയ്യും? സെൽസ് കാണും അല്ലെ? അങ്ങനെയുള്ള ഗ്രന്ഥികൾക്ക് ഒരു ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സലൈവറി ഗ്ലാൻഡ് ഒക്കെ. അപ്പം ഇങ്ങനെ ഗ്ലാൻഡ്സിനെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? യൂണിസെല്ലാർ ഗ്ലാൻഡ് ആൻഡ് മൾട്ടിസെല്ലാർ ഗ്ലാൻഡ്. യൂണിസെല്ലാർ ഗ്ലാൻഡിന് എക്സാമ്പിൾ ആണ് ഗോബ്ലെറ്റ് സെൽസ്. ഇവരാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്ന? ആലിമെന്ററി കനാലിലെ മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം സെക്രീറ്റ് ചെയ്യുന്നത്. ദെൻ മൾട്ടിസെല്ലാർ ഗ്ലാൻഡ്സിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്ന സലൈവറി ഗ്ലാൻഡും സ്വെറ്റ് ഗ്ലാൻഡും ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. ദെൻ ഇനി ഇത് കൂടാതെ നമ്മുടെ ഗ്ലാൻഡ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും അല്ലെ? അല്ലെന്നുണ്ടെങ്കിൽ ചില സെക്രീഷൻസ് ഉണ്ട്. അപ്പൊ ഈ സെക്രീഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഗ്ലാൻഡ്സിനെ വീണ്ടും എന്ത് ചെയ്യും? രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും? എൻസൈംസോ അല്ലെങ്കിൽ മ്യൂക്കസോ ഒക്കെ ആയിരിക്കും ഇവര് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ അവരെന്താണ് സെക്രീറ്റ് ചെയ്യുന്ന? ഹോർമോണുകളാണ് അല്ലെ? അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഗ്ലാൻഡ്സിനെ അല്ലെങ്കിൽ ഗ്രന്ഥികളെ അവയുടെ സെക്രീഷൻസ് അനുസരിച്ചിട്ട് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? എക്സോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് എന്തൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത്? എൻസൈംസ് അല്ലാന്നുണ്ടെങ്കിൽ മ്യൂക്കസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഇവരുടെ സെക്രീഷൻസ് പോകാനായിട്ട് ഡക്റ്റ് കാണും അല്ലെങ്കിൽ വാഹികളുണ്ട് അല്ലെ? അതുകൊണ്ട് ഇവരെ എന്തെന്ന് വിളിക്കാം? ഡക്റ്റ് ഗ്ലാൻഡ്സ് എന്നും വിളിക്കാറുണ്ട്. അതായത് നാളീ ഗ്രന്ഥികൾ എന്നും ആരെ വിളിക്കാറുണ്ട്? എക്സോക്രൈൻ ഗ്ലാൻഡ്സിനെ വിളിക്കാറുണ്ട്. ഇവരെന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻസൈം, മ്യൂക്കസ് തുടങ്ങിയവയാണ് ഇവ സെക്രീറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ത് സെക്രീറ്റ് ചെയ്യും? ഹോർമോണുകളാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഹോർമോണുകൾക്ക് പോകാൻ പ്രത്യേകിച്ചിട്ട് ഡക്റ്റ് ഒന്നുമില്ല ഇല്ലെ? വാഹികളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഹോർമോണുകൾ എവിടേക്കാണ് പോകുന്നത്? ബ്ലഡിനകത്തിൽ കലർന്നാണ് പോകുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അതുകൊണ്ട് തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ എന്തെന്ന് വിളിക്കും? ഡക്റ്റ് അല്ലെങ്കിൽ ട്യൂബ് ഇല്ലാത്തത് കൊണ്ട് ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ നാളീരഹിത ഗ്രന്ഥികൾ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്യൂബോയിഡൽ അല്ലെങ്കിൽ കോളുംനാർ സെൽസ് എന്തിനു വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്? എന്തെങ്കിലുമൊക്കെ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അപ്പൊ ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ സെക്രീഷൻസിൽ സഹായിക്കുന്നവരാരാണ്? ഗ്ലാൻഡ്സ് ആണ് അല്ലെ? ഗ്ലാൻഡ്സ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണുള്ളത്, യൂണിസെല്ലാർ ആൻഡ് മൾട്ടിസെല്ലാർ ഗ്ലാൻഡ്സ്. യൂണിസെല്ലാർ ഗ്ലാൻഡ്സിന് എക്സാമ്പിൾ ആണ് ഗോബ്ലെറ്റ് സെൽസ്. ദെൻ മൾട്ടിസെല്ലാർ ഗ്ലാൻഡ്സിന് എക്സാമ്പിൾ ആണ് സലൈവറി ഗ്ലാൻഡ്. ഇനി ഇത് കൂടാതെ നമ്മുടെ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസ് അനുസരിച്ചിട്ട് അവരെ വീണ്ടും എന്ത് ചെയ്യാറുണ്ട്? രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. എക്സോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എക്സോക്രൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഡക്റ്റ് ഗ്ലാൻഡ്സ് എന്ന് വിളിക്കും. ഇവരുടെ സെക്രീഷൻസ് ആണ് എൻസൈംസ്, മ്യൂക്കസ് തുടങ്ങിയവ. ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ അവരെന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഹോർമോണുകളാണ്. ഇവരെ ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് എന്നും വിളിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഈ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സെൽസ് ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നതാണ് അല്ലെ? കുറെ സെല്ലുകളുടെ ഒരു കൂട്ടമാണ് ഏതെന്ന് പറയുന്നത്? ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ അടുത്തടുത്ത് ഉള്ള സെല്ലുകൾ തമ്മിൽ എന്ത് ചെയ്യാറുണ്ട്? മീറ്റ് ചെയ്യാറുണ്ട് അല്ലെ? അവ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സെൽ ജംഗ്ഷൻ. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള സെൽ ജംഗ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ കാണപ്പെടുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ടൈറ്റ് ജംഗ്ഷൻസ്. ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തിരിക്കുന്ന രണ്ട് സെല്ലുകൾ തമ്മിൽ എങ്ങനെയായിരിക്കും? നല്ല ടൈറ്റ് ആയിട്ടിരിക്കും, ചേർന്ന് അടുത്തടുത്ത് ഒരു ഗ്യാപ്പും ഇല്ലാതെ ചേർന്നിരിക്കും. അപ്പൊ ഇങ്ങനെ ചേർന്നിരിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? സബ്സ്റ്റൻസസിന്റെ ലീക്കേജ് ഇല്ലാതാക്കും. അപ്പൊ അടുത്തടുത്ത് രണ്ട് സെല്ലുകൾ ഇരിക്കുന്നു, അവയ്ക്ക് ഇടയിലുള്ള ആ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നല്ല ടൈറ്റ് ആണ്, അതായത് അടുത്തടുത്ത് ചേർന്നിരിക്കുകയാണ്. ജംഗ്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവയ്ക്ക് ഇടയിൽ സ്പേസ് ഒന്നും കാണുന്നില്ല അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എന്തുണ്ടാകാൻ സാധ്യതയില്ല? സബ്സ്റ്റൻസസിന്റെ ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമുക്കറിയാം ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് എന്ത് പോകുന്നുണ്ട്? സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെ ടൈറ്റ് ജംഗ്ഷൻ ആണ്, അതായത് രണ്ട് സെല്ലുകൾ തമ്മിൽ ഒട്ടും ഇടയില്ല, സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ലീക്കേജ് ഒന്നും നടക്കില്ല. ഇനി സെക്കൻഡ് സെൽ ജംഗ്ഷൻ ആണ് അഡ്ഹെറിംഗ് ജംഗ്ഷൻ. അഡ്ഹെറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൂട്ടിച്ചേർത്ത് വെച്ചേക്കുക അല്ലെ? പൊട്ടിച്ചു വെച്ചേക്കുക. അപ്പൊ ഇതിലെ സിമെന്റ് ഒക്കെ ഇട്ട മാതിരി എന്ത് ചെയ്യുന്നു? രണ്ട് സെൽസിനെ ചേർത്ത് വെച്ചിരിക്കുന്നു. സിമെന്റിങ് ദ സെൽസ് ടുഗദർ. ദെൻ അടുത്തെന്ന് പറയുന്നത് ഗ്യാപ്പ് ജംഗ്ഷൻസ്. ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ രണ്ട് സെല്ലിനിടയ്ക്ക് എന്ത് കാണും? ഗ്യാപ്പ്, സ്പേസ് കാണും അല്ലെ? അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സെൽസിന് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് സെൽ ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ? ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് ടു സെൽസ് ഇല്ലെ? രണ്ട് സെല്ലുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സെൽ ജംഗ്ഷൻ. സെൽ ജംഗ്ഷൻസ് എത്ര തരത്തിലാണുള്ളത്? 3 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? ടൈറ്റ് ജംഗ്ഷൻ,
ദെൻ അഡ്ഹറിംഗ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ. എന്താണ് ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെല്ലുകൾ തമ്മിൽ ടൈറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാകില്ല, സബ്സ്റ്റൻസസിന്റെ ലീക്കേജ് ഉണ്ടാവില്ല. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്ന അഡ്ഹറിംഗ് ജംഗ്ഷൻ. ഇവിടെയും എങ്ങനെ തന്നെയാണ്, രണ്ട് സെല്ലിനെ തമ്മിൽ സിമെന്റ് ചെയ്ത് വെച്ചേക്കാണ് അല്ലെ, ചേർത്ത് വെച്ചിരിക്കുകയാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്, ഗ്യാപ്പ് ജംഗ്ഷൻസ് ആണ് അല്ലെ. ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് സെല്ലിനിടയ്ക്ക് ഗ്യാപ്പ് കാണും, സ്പേസ് കാണും. അപ്പൊ അതെന്ന് പറയുന്നത് എന്തിനു സഹായിക്കുന്നു, സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ദെൻ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനും സഹായിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ എപ്പിത്തീലിയം ആണ്. അതിനകത്തിൽ വരുന്ന 3 സെൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം എന്ന് പറയുന്ന സ്ക്വാമോസ്, ക്യൂബോയിഡൽ ആൻഡ് കോളുമിനാർ ആയിരുന്നു. ഇനി ഇതിനകത്തിലെ ക്യൂബോയിഡൽ സെൽസും കോളുമിനാർ സെൽസും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്, മോഡിഫിക്കേഷന് വിധേയമാകാറുണ്ട് അല്ലെ. ചിലപ്പോൾ അവയിൽ എന്ത് വരാം, സീലിയ വരാം. അങ്ങനെയുള്ള എപ്പിത്തീലിയത്തെ വിളിക്കുന്ന പേരാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇവിടെ സീലിയ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിന് സഹായിക്കുന്നു. ഇത് എവിടെയൊക്കെ കാണും, ബ്രോങ്ക്യൂൾസിലും ദെൻ അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബിലും കാണപ്പെടുന്നു. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ആണ്. അതായത് ചിലപ്പോഴൊക്കെ ക്യൂബോയിഡൽ എപ്പിത്തീലിയവും കോളുമിനാർ എപ്പിത്തീലിയവും സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള എപ്പിത്തീലിയത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഗ്ലാൻസ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്, യൂണിസെല്ലാർ ആൻഡ് മൾട്ടി സെല്ലാർ ഗ്ലാൻസ്. യൂണിസെല്ലാർ ഗ്ലാൻസിന് എക്സാമ്പിൾ ആണ് ഗോബ്ലെറ്റ് സെൽസ് ഓഫ് ആലിമെന്ററി കനാൽ. ദെൻ മൾട്ടി സെല്ലാർ ഗ്ലാൻസിന് എക്സാമ്പിൾ ആണ് സലൈവറി ഗ്ലാൻഡ്. ദെൻ അതുപോലെ തന്നെ ഈ ഗ്ലാൻസിന്റെ സെക്രീഷൻസ് അനുസരിച്ചിട്ട് അവരെ വീണ്ടും 2 ആയിട്ട് തരംതിരിക്കാം, എക്സോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ അവര് ഡക്ട് ഗ്ലാൻഡ്സ് ആണ്, അവർക്ക് നാളികളുണ്ട് അല്ലെ. ഇവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും, എൻസൈംസോ മ്യൂക്കസോ ഒക്കെ ആയിരിക്കും. ദെൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ അവര് ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്ന് പറയും. പ്രത്യേകിച്ച് ഡക്ട് ഒന്നുമില്ല അവയുടെ സെക്രീഷന് പോകാൻ വേണ്ടിയിട്ട്. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് ഹോർമോൺസ്. ഇനി സെല്ലുകൾ തമ്മിൽ എന്തുകൊണ്ട്, അവയ്ക്കിടയിൽ ഒരു മീറ്റിംഗ് പ്ലേസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് സെൽ ജംഗ്ഷൻ. 3 തരത്തിലുള്ള സെൽ ജംഗ്ഷൻസ് ആണ് ഉള്ളത്, ടൈറ്റ് ജംഗ്ഷൻസ്, അഡ്ഹറിംഗ് ജംഗ്ഷൻസ് ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുകൾക്കിടയിൽ എന്ത് കാണില്ല, സ്പേസ് ഒട്ടും കാണില്ല. ഇത് സബ്സ്റ്റൻസസിന്റെ ലീക്കേജ് തടയുന്നു. ദെൻ അടുത്തതെന്ന് പറയുന്ന അഡ്ഹറിംഗ് ജംഗ്ഷൻസ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, സെൽസിനെ സിമെന്റ് ചെയ്ത പോലെ എന്ത് ചെയ്തിരിക്കുന്നു, ചേർത്ത് നിർത്തിയിരിക്കുന്നു, അടുത്തടുത്തിരിക്കുകയാണ്. ദെൻ അടുത്ത ഗ്യാപ്പ് ജംഗ്ഷൻസ്. ഇതെന്ന് പറയുന്നത് സെല്ലിനിടയ്ക്ക് എന്ത് കാണും, ഗ്യാപ്പ്, സ്പേസ് കാണും. ഇതുമൂലം പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ സെൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും നടക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ അടുത്ത ഒരു ടൈപ്സ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് കോമ്പൗണ്ട് എപ്പിത്തീലിയം. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ 2ഓ അതിലധികമോ സെല്ലേഴ്സ് ഉള്ളവയാണ്. അപ്പൊ അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കും, പ്രൊട്ടക്ഷൻ ആയിരിക്കും. അതായത് ബോഡി പാർട്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ. അവിടെ കൂടുതലായിട്ട് അബ്സോർപ്ഷനും സെക്രീഷനും ഒന്നും നടക്കുന്നില്ല. ഈ അബ്സോർപ്ഷനും സെക്രീഷനും ഒക്കെ നടക്കാൻ സഹായിക്കുന്നവരാരാണ്, സിമ്പിൾ എപ്പിത്തീലിയമാണ്. അവിടെ ഒരു സെൽ ലെയറേ ഉള്ളൂ. പക്ഷേ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ 2ഓ അതിലധികമോ സെൽ ലെയേഴ്സ് കാണും. അതുകൊണ്ട് അവർ എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് പറയാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സെക്കൻഡ് ടിഷ്യൂസ് ആയ കണക്റ്റീവ് ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.